Power series. Power series means an infinite series of complex numbers which are of the form sigma n equal to 0 to infinity a n z minus z naught all raised to n equal to n in values കൊടുക്കുമ്പോൾ a naught plus a1 into z minus z naught plus a2 into z minus z naught all square plus etc. plus an into z minus z naught all raised to n plus etc. where z naught and the coefficients an are complex constants and z may be any point in a stated region containing z naught is known as a power series. That is, ഒരു പവർ സീരീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ദ ഫോം സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ. അതായത് പവർ സീരീസ് എബൌട്ട് സെഡ് നോട്ട് അല്ലെങ്കിൽ പവർ സെറ്റ് വിത്ത് സെൻറ്റർ സെഡ് നോട്ട്, പവർ സെറ്റ് വിത്ത് സെൻറ്റേർഡ് അറ്റ് സെഡ് നോട്ട് എന്നാണ് ഇതിന് പറയാം. അതിൻ്റെ ജനറൽ ഫോമ് ദറ്റ് ഈസ് സെഡ് നോട്ട് സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ പവേഴ്സാണ് അതിൽ വരിക. പോസിറ്റീവ് എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി പോസിറ്റീവ് ആൻഡ് 0 പവർ ആണ്, ഇൻറ്റീജേഴ്സാണ് പവേഴ്സായിട്ട് വരിക. ഓരോ ടേമിലും സെഡ് മൈനസ് സെഡ് നോട്ടിൻ്റെ പവേഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള സീരീസിനെയാണ് പവർ സീരീസ് എന്ന് പറയുന്നത്. വേർ സെഡ് നോട്ട് ഈസ് എ കോംപ്ലക്സ് കോൺസ്റ്റൻറ്റ്, എ നോട്ട് എ വൺ എക്സെട്ര കോഫിഷ്യൻസ് എല്ലാം കോംപ്ലക്സ് കോൺസ്റ്റൻസ് ആണ്. സെഡ് എന്ന് പറയുന്നത് സെഡ് നോട്ട് എവിടെയാണോ ഉള്ളത് ആ റീജിയനിലുള്ള ഒരു പോയിൻ്റാണ് സെഡ് എന്ന് പറയുന്നത്, ഒരു ആർബിട്രറി പോയിൻറ്റ്. സോ ദാറ്റ് ഈസ് ദി പവർ സീരീസ് അബൌട്ട് സെൻറ്റേർഡ് അറ്റ് z naught. Next we have a theorem related to power series. If a power series sigma n equal to 0 to infinity a n into z minus z naught all raised to n converges when z equal to z1, where z1 not equal to z naught, then it is absolutely convergent at each point z in the open disk mod z minus z naught less than r1, where r1 equal to mod z1 minus z naught. തിയറം പറയുന്നത് ഒരു പവർ സീരീസ് തന്നിട്ടുണ്ട്, സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ ആൻഡ് ഇറ്റ് കൺവേർജസ് അറ്റ് ദ പോയിൻ്റ് സെഡ് ഈക്വൽ ടു സെഡ് വൺ. അതായത് സെഡ് ഈക്വൽ ടു സെഡ് വൺ എന്ന പോയിൻ്റ് ആകുമ്പോൾ ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നു. ഈ സെഡ് വൺ എന്ന പോയിൻ്റ് സെഡ് നോട്ട് അല്ലാത്ത വേറൊരു പോയിൻ്റ്, എ പോയിൻ്റ് അതർ ദാൻ സെഡ് നോട്ട്, അങ്ങനെയുള്ള ഒരു പോയിൻ്റാണ് സെഡ് വൺ. ആ പോയിൻ്റിൽ ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ പോയിൻ്റ് സെഡ് വൺ എന്ന് പറയുന്ന ആ പോയിൻറ്റിന് സെഡ് നോട്ട് ഇവിടെ ഉണ്ടാവും. സെഡ് വൺ ഒരു ആർബിട്രറി പോയിൻ്റാണ്. സെഡ് വണ്ണിലൂടെ പാസ് ചെയ്യുന്ന സെഡ് നോട്ട് സെൻറ്ററായിട്ട് നമ്മളൊരു സർക്കിൾ വരച്ചാൽ ആ സർക്കിളിൻ്റെ ഇൻറ്റീരിയറിൽ മോഡ് സെഡ് വൺ മൈനസ് സെഡ് നോട്ടിൽ അതിൻ്റെ ഇൻറ്റീരിയറിൽ ഈ പവർ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജസ് ആയിരിക്കും. അതായത് സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മോഡ് എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ കൺവേർജൻ്റ് ആയിരിക്കും. അതായത് ഒരു പവർ സീരീസ് ഏതെങ്കിലും ഒരു പോയിന്റിൽ കൺവേർജൻ്റ് ആണെങ്കിൽ ആ പോയിന്റിന് താഴേക്ക് വരുന്ന ആ സെഡ് നോട്ടിൽ ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിൽ റേഡിയസിൽ നമ്മളൊരു ഡിസ്ക് എടുത്താൽ ആ ഡിസ്കിൻ്റെ ഇൻറ്റീരിയറിൽ ഈ പവർ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇതൊരു പവർഫുള്ളായിട്ടുള്ള ഒരു തിയറാണ്. കാരണം ഇപ്പോൾ നമുക്കൊരു ഡിസ്കിൽ ഒരു പവർ സീരീസ് കൺവേർജൻ്റ് ആണ് അല്ലെങ്കിൽ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ ആ ഡിസ്കിനുള്ളിൽ അങ്ങനെ ഒരു ഡിസ്ക് നമുക്ക് കണ്ടെത്തണമെങ്കിൽ ആ പവർ സീരീസ് കൺവേർജൻ്റ് ആവുന്ന ഒരു പോയിൻ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ പോയിൻ്റ് വരെയുള്ള സെഡ് നോട്ട് മുതൽ ആ പോയിൻ്റ് വരെയുള്ള ഡിസ്റ്റൻസിൽ നമ്മളൊരു ഡിസ്ക് വരച്ചാൽ, ആ റേഡിയസിൽ ഒരു ഡിസ്ക് വരച്ചാൽ ആ പോയിന്റിലെ അതിനുള്ളിലുള്ള എല്ലാ പോയിന്റിലും ഈ പവർ സീരീസ് ആബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ കൺവേർജൻ്റ് ഒരു പോയിന്റിൽ കൺവേർജൻ്റ് ആണ് എന്നുള്ള ആ റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് ആ സീരീസിൻ്റെ ഒരു നൈബർഹുഡിൽ ഒരു ഡിസ്കിൽ മുഴുവനുള്ള ഒരു ഓപ്പൺ ഡിസ്കിന് മുഴുവൻ ഉള്ള ആബ്സല്യൂട്ട് കൺവേർജൻസ് പറയാൻ പറ്റും എന്നാണ് ഈ തിയറത്തിൻ്റെ ഒരു പ്രോപ്പർട്ടി. സോ അത് പ്രൂവ് ചെയ്യുന്നത് നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട് സെഡ് വണ്ണിൽ കൺവേർജൻ്റ് ആണ്. സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റൈസ് ടു എൻ എന്നുള്ള പവർ സീരീസ് സെഡ് ഈക്വൽ ടു സെഡ് വൺ ആകുമ്പോൾ കൺവേർജൻ്റ് ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു സെഡിന് സെഡ് വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇത് കൺവേർജൻ്റ് ആണ്.
Z1. അപ്പോൾ ഒരു സീരീസ് കൺവേർജൻ്റ് ആയാൽ അതിൻ്റെ nth ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ an ഇൻറ്റു Z1 മൈനസ് Z0. ഈ സീരീസാണ് സെഡിന് Z1 കൊടുക്കുമ്പോഴാണ് കൺവേർജൻറ്റ്. അപ്പോൾ ആ സീരീസിൻ്റെ nth ടേം എന്ന് പറയുമ്പോൾ an ഇൻറ്റു Z1 മൈനസ് Z0 ഓൾ റൈസ് ടു n. അതിൻ്റെ ലിമിറ്റ് എന്തായിരിക്കും? അപ്പോൾ സിഗ്മ an ഒരു സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ലിമിറ്റ് an ഈക്വൽ ടു 0 ആയിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി ദി nth ടേം ഈക്വൽ ടു 0. അതായത് ആ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് കൺവേർജൻ്റ് ആയിരിക്കും. ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ എവറി കൺവേർജൻറ്റ് സീക്വൻസ് ഈസ് ബൗണ്ടഡ് ആണ്. സോ an ഇൻറ്റു Z1 മൈനസ് Z0 ഓൾ റൈസ് ടു n എന്നുള്ള സീക്വൻസും എന്തായിരിക്കും? an ഇൻറ്റു Z1 മൈനസ് Z0 ഓൾ റൈസ് ടു n എന്നുള്ള സീക്വൻസും ബൗണ്ടഡ് ആയിരിക്കും, കാരണം അത് കൺവേർജൻ്റ് ആണ്. സോ ബൗണ്ടഡ് ഡെഫിനിഷൻ അനുസരിച്ച് ദർ എക്സിസ്റ്റ് എ റിയൽ നമ്പർ m such that modulus of an Z1 minus Z0 all raised to n is less than or equal to m എന്ന് എഴുതാം, ബൗണ്ടഡ് ആയതുകൊണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ സീരീസിൻ്റെ കാര്യമാണ്. ഇതിൻ്റെ മോഡുലസ് കൺവേർജൻ്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ ആ മോഡുലസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മോഡുലസ് ഓഫ് an Z മൈനസ് Z0 ഓൾ റൈസ് ടു n. അതിൻ്റെ കൂടെ an ഇൻറ്റു Z മൈനസ് Z0 ഓൾ റൈസ് ടു n. ഒരു ടേം മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. Z1 മൈനസ് Z0 ഓൾ റൈസ് ടു n മൾട്ടിപ്ലൈ ചെയ്തു. Z1 മൈനസ് Z0 ഓൾ റൈസ് ടു n ഡിവൈഡ് ചെയ്തു. ദെൻ ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മോഡുലസ് ഓഫ് an ഇൻറ്റു Z1 മൈനസ് Z0 ഓൾ റൈസ് ടു n ഇൻറ്റു Z മൈനസ് Z0 ഓൾ റൈസ് ടു n ഡിവൈഡ് ബൈ Z1 മൈനസ് Z0 ഓൾ റൈസ് ടു n. ഈ ടേമും രണ്ട് ടേം അങ്ങോട്ട് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്തു. ദെൻ സ്പ്ലിറ്റ് ചെയ്യുക. മോഡുലസ് ഓഫ് an Z1 മൈനസ് Z0 ഓൾ റൈസ് ടു n ഇൻറ്റു മോഡുലസ് ഓഫ് Z മൈനസ് Z0 ഡിവൈഡ് ബൈ Z1 മൈനസ് Z0 ഓൾ റൈസ് ടു n. ഇനി ഈ ടേം നമുക്കറിയാം ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ഇൻറ്റു മോഡുലസ് ഓഫ് Z minus Z0 divided by Z1 minus Z0 all raised to n. ലെഫ്റ്റ് സൈഡിലുള്ളത് മോഡ് an Z minus Z0 all raised to n. ഇനി നമുക്ക് രണ്ട് സൈഡിലും സിഗ്മ സമ്മേഷൻ എടുക്കാം. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മോഡ് an Z minus Z0 all raised to n less than or equal to m is a constant. Sigma n equal to 0 to infinity modulus of Z minus Z0 divided by Z1 minus Z0 all raised to n. So here this series sigma n equal to 0 to infinity mod Z minus Z0 divided by Z1 minus Z0 all raised to n. അതിൽ രണ്ട് ടേം ഉണ്ട്. ന്യൂമറേറ്ററിൽ Z മൈനസ് Z0 മോഡ് Z മൈനസ് Z0 ഡിനോമിനേറ്ററിൽ മോഡ് Z1 മൈനസ് Z0. നമുക്കറിയാം Z0 ഒരു പോയിൻ്റാണ്, ഒരു Z1 വേറൊരു പോയിൻ്റാണ്. ഇങ്ങനെ ഒരു ഡിസ്ക്കാണ് നമ്മളെടുത്തത്. ഈ റേഡിയസ് ആണ് നമുക്ക് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ R1 എന്ന് തന്നിട്ടുള്ള ഈ ഡിസ്റ്റൻസ്. സോ അത് R1 ആണ്. മോഡ് Z1 മൈനസ് Z0 R1 ആണ്. Z എന്ന് പറയുന്നത് ഈ ഡിസ്കിനുള്ളിലുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ Z1ഉം Z0ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും Z ഉം Z0ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് തമ്മിലുള്ള റിലേഷൻ ഉണ്ടാവും. Z ഉം Z0ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എപ്പോഴും Z1ഉം Z0ഉം തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാൾ ചെറുതായിരിക്കും. ദാറ്റ് ഈസ് Z minus Z0 mod Z minus Z0 less than mod Z1 minus Z0. So mod Z minus Z0 divided by mod Z1 minus Z0 എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആയിരിക്കും. സോ ഈ ക്വാണ്ടിറ്റി എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. സോ വി ഗെറ്റ് ഇവിടെ mod Z minus Z0 all raised to n divided by Z1 minus Z0 എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് അത് ലെസ് ദാൻ 1 ആണ്. ഇനി ഈ സീരീസ് ഇതിൽ ആദ്യത്തെ ടേം മോഡ് Z മൈനസ് Z0 ഡിവൈഡ് ബൈ Z1 മൈനസ് Z0 എന്ന് വരും. ദെൻ അതിൻ്റെ ഫസ്റ്റ് പവർ സെക്കൻഡ് പവർ അങ്ങനെ പോകും. സോ ഈ സീരീസ് ഒരു ജോമെട്രിക് സീരീസ് ആണ് വിത്ത് കോമൺ റേഷ്യോ മോഡ് Z മൈനസ് Z0 ഡിവൈഡ് ബൈ മോഡ് Z1 മൈനസ്
z0 which is less than 1. അപ്പോൾ ഒരു ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ ലെസ് ദാൻ 1 എല്ലായ്പ്പോഴും കൺവേർജൻ്റ് ആയിരിക്കും. സോ ഈ റൈറ്റ് സൈഡിലുള്ള ഈ സീരീസ് കൺവേർജൻ്റ് ആണ് ബിക്കോസ് ഇറ്റ് ഈസ് എ ജോമെട്രിക് സീരീസ് വിത്ത് കോമൺ റേഷ്യോ ലെസ് ദാൻ 1. ദെൻ അതിനെ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അത് കൺവേർജൻ്റ് ആണ്. അപ്പോൾ കമ്പാരിസൺ ടെസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും സീരീസിൻ്റെ രണ്ട് സീരീസുകൾ സിഗ്മ AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു സിഗ്മ BN ആണ്. ദെൻ വലിയ സീരീസ് സിഗ്മ BN കൺവേർജൻ്റ് ആണെങ്കിൽ സിഗ്മ ANഉം കൺവേർജൻ്റ് ആയിരിക്കും. സോ ഈ റൈറ്റ് സൈഡിലെ സീരീസ് കൺവേർജൻ്റ് ആണ്. സോ ബൈ കമ്പാരിസൺ ടെസ്റ്റ് ലെഫ്റ്റ് സൈഡിലെ സീരീസും കൺവേർജൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് സിഗ്മ n ഈക്വൽ ടു 0 to infinity mod AN z minus z0 ഹോൾ റൈസ് ടു n കൺവേർജൻ്റ് ആണ്. ദാറ്റ് മീൻസ് മോഡ് AN കൺവേർജൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ മോഡ്ലെസ് കൺവേർജൻ്റ് ആണെന്ന് പറഞ്ഞാൽ ആ സീരീസിനെ കുറിച്ച് നമുക്കെന്ത് പറയാം? സിഗ്മ n ഈക്വൽ ടു 0 to infinity AN z minus z0 ഹോൾ റൈസ് ടു n ഈസ് ആബ്സലൂട്ട്ലി കൺവേർജൻ്റ് എന്ന് പറയാം. ആബ്സലൂട്ട്ലി കൺവേർജൻ്റ്. സോ ദാറ്റ്സ് എ തിയറം. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു സീരീസ് ഒരു പവർ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ആ സീരീസിൻ്റെ സെൻറ്റർ z0 മുതൽ ആ പോയിന്റ് വരെയുള്ള ഒരു ഓപ്പൺ ഡിസ്ക് നമ്മളെടുത്താൽ ആ ഓപ്പൺ ഡിസ്കിലെ എല്ലാ പോയിന്റിലും പെർട്ടിക്കുലർ പവർ സീരീസ് ആബ്സലൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് വി ഹാവ് എ ഡെഫിനിഷൻ ദാറ്റ് ഈസ് സർക്കിൾ ഓഫ് കൺവേർജൻസ് ആൻഡ് റേഡിയസ് ഓഫ് കൺവേർജൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ഓപ്പൺ ഡിസ്കിൽ കൺവേർജൻ്റെ കാര്യം പറഞ്ഞു. ഒരു പവർ സീരീസ് സിഗ്മ n ഈക്വൽ ടു 0 to infinity AN z minus z0 ഹോൾ റൈസ് ടു n എബൌട്ട് z0 സെൻറ്റർ z0 ആയിട്ടുള്ള ഒരു പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് z0 സച്ച് ദാറ്റ് ദ സീരീസ് സിഗ്മ n ഈക്വൽ ടു 0 to infinity AN z minus z0 ഹോൾ റൈസ് ടു n കൺവേർജസ് ഈസ് കോൾഡ് ദ സർക്കിൾ ഓഫ് കൺവേർജൻസ്. അതായത് ഈ സീരീസ് കൺവേർജ് ചെയ്യുന്ന ലാർജസ്റ്റ് സർക്കിളിന് വിത്ത് സെൻറ്റർ z0 റേഡിയസ് ഒരു പർട്ടിക്കുലർ റിയൽ നമ്പർ പോസിറ്റീവ് റിയൽ നമ്പർ റേഡിയസ് ആയിട്ടുള്ള ഒരു സർക്കിൾ. ആ സർക്കിളിൻ്റെ ഇൻറ്റീരിയറിലുള്ള സർക്കിളിൽ കൺവേർജൻ്റ് ആവണമെന്നില്ല. സർക്കിളിലെ ഇൻറ്റീരിയറിൽ ഓരോ പോയിന്റിലും ആ പവർ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്രേറ്റസ്റ്റ് സർക്കിൾ. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു z0 എന്ന് പറയുന്ന സെൻറ്റർ ഉണ്ട്. z1 എന്ന പോയിന്റിൽ കൺവേർജൻ്റ് ആണെങ്കിൽ ആ ഡിസ്കിനുള്ളിൽ ആബ്സലൂട്ട്ലി കൺവേർജൻ്റ് ആയിരിക്കും. അപ്പോൾ ഡെസ്കിനുള്ളിൽ ഒരുപാട് സർക്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ സർക്കിളിനുള്ളിലെല്ലാം അത് ആബ്സലൂട്ട്ലി കൺവേർജൻ്റ് ആണ്. അങ്ങനെയുള്ള ഗ്രേറ്റസ്റ്റ് സർക്കിളിനെയാണ് നമ്മൾ സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ആ സർക്കിളിൻ്റെ റേഡിയസ് എവിടെയാണോ കൺവേർജ് ചെയ്യുന്നത് ആ സർക്കിളിൻ്റെ റേഡിയസ്, അതിനെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദാറ്റ് സീരീസ് എന്ന് പറയും. സോ ഒരു പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് സർക്കിളിനെ അതിൻ്റെ സെൻറ്റർ ശ്രദ്ധിക്കണം. ഏതാണോ പവർ സീരീസിൻ്റെ സെൻറ്റർ അത് തന്നെ ആയിരിക്കണം സർക്കിളിൻ്റെ സെൻറ്റർ. പവർ സീരീസ് വിത്ത് സെൻറ്റർ 3 ആണെങ്കിൽ 3 സെൻറ്ററായിട്ട് വരുന്ന ആ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് റേഡിയസ് ഉള്ള സർക്കിളിനെ ആ പവർ സീരീസിൻ്റെ സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറയും. ആ റേഡിയസിനെ അതായത് സർക്കിൾ ഓഫ് കൺവേർജൻസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് ദാറ്റ് സീരീസ് എന്ന് പറയും. അപ്പോൾ പവർ സീരീസുമായിട്ട് ബന്ധപ്പെട്ട 2 പുതിയ ടേംസാണ് സർക്കിൾ ഓഫ് കൺവേർജൻസും റേഡിയസ് ഓഫ് കൺവേർജൻസും. നൗ നെക്സ്റ്റ് വി ഹാവ് റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാനുള്ള ഇക്വേഷൻസ് ആണ്. 3 ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ റേഡിയസ് ഓഫ് കൺവേർജൻസ് ക്യാപിറ്റൽ R എന്നാണ് ഡിനോട്ട് ചെയ്യുക. 1 ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സുപ്രീമം ഓഫ് മോഡ് AN റൈസ് ടു 1/n. ഈ ടേം മോഡ് AN റൈസ് ടു 1/n നിങ്ങൾക്ക് പരിചയമുള്ള ടേം ആയിരിക്കും. നമ്മൾ സീരീസിൻ്റെ കോഷീസ് റൂട്ട് ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. അപ്പോൾ കോഷീസ് റൂട്ട് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാനുള്ള ഈ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നത്. അതുപോലെ അടുത്ത ഇക്വേഷനാണ് ഇതിന് റിലേറ്റഡ് ആയിട്ട് വേറൊരു ഇക്വേഷൻ പറയാറുണ്ട്. റേഡിയസ് ഓഫ് കൺവേർജൻസ് R is equal to 1 ലിമിറ്റ് സുപ്രീമോ ഇല്ലാതെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് AN റൈസ് ടു 1/n. ലിമിറ്റ് സുപ്രീമം വെച്ച് പറയാറുണ്ട്. അതുപോലെ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് AN റൈസ് ടു 1/n അങ്ങനെയും പറയാറുണ്ട്.
നെക്സ്റ്റ് കോഷി ഹഡാമാഡ് ഫോർമുല എന്നാണ് അടുത്ത ഫോർമുലയുടെ പേര്. അത് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ടേം ഇതുപോലെ പരിചയമുള്ള ടേമാണ്. ഡി-അലംബേർട്സ് റേഷ്യോ ടെസ്റ്റ്, നമ്മുടെ സീരീസിൻ്റെ റേഷ്യോ ടെസ്റ്റ് എന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫോർമുലയാണ്. റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് an ഡിവൈഡ് ബൈ മോഡ് an പ്ലസ് 1. ഈ മോഡ്ലെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ റേഡിയസ് ആണ് കാണുന്നത്, എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ an ബൈ an പ്ലസ് 1 അല്ല, മോഡ് an ബൈ മോഡ് an പ്ലസ് 1. ഇവിടെയും മോഡ് an റൈസ് ടു 1 ബൈ n ആണ്. സോ ടോട്ടൽ 3 formulas for radius of convergence. Now we have problems related to radius of convergence. Find the radius of convergence of the following power series. First one, sigma n equal to 0 to infinity z raised to n by n factorial. Sigma n equal to 0 to infinity z raised to n by n factorial. We use here an എന്ന് പറഞ്ഞാൽ ജനറൽ ഫോർമുല ഇതാണ്. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഇൻറ്റു z മൈനസ് z നോട്ട് ഓൾ റൈസ് ടു n. സോ z മൈനസ് z നോട്ടിൻ്റെ കൂടെ വരുന്ന ടേമാണ് an. ഇവിടെ z മൈനസ് 0 ഓൾ റൈസ് ടു n ആണ്, അതായത് z നോട്ട് എന്ന് പറഞ്ഞാൽ 0 ആണ് പവർ സീരീസിൻ്റെ സെൻറ്റർ. സോ an ഈക്വൽ ടു 1 ബൈ n ഫാക്ടോറിയൽ ആണ്. an പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 1 ബൈ n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. So find mod an by mod an plus 1. We get 1 by n factorial divided by modulus of 1 by n plus 1 factorial. n factorial positive number ആണ്, so 1 by n factorial into n plus 1 factorial. So we get n plus 1. Then limit apply ചെയ്താൽ limit n tends to infinity mod an divided by mod an plus 1 equal to limit n tends to infinity n plus 1, that is infinity എന്ന് കിട്ടും. So radius of convergence r equal to infinity. Here z naught എന്ന് പറഞ്ഞാൽ 0 ആണ്. സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ മോഡ് z മൈനസ് z നോട്ട് ഈക്വൽ ടു r എന്നാണ് എഴുതുക. അതായത് z നോട്ട് സെൻറ്ററും റേഡിയസ് ഓഫ് കൺവേർജൻസ് റേഡിയസും ആയിട്ടുള്ള സർക്കിൾ, ദാറ്റ് ഈസ് മോഡ് z മൈനസ് 0 ഈക്വൽ ടു ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് മോഡ് z ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇൻഫൈനൈറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് പ്ലെയിൻ ആണ്, കോംപ്ലക്സ് പ്ലെയിൻ ആണ്. അപ്പോൾ കോംപ്ലക്സ് പ്ലെയിനിൽ ഏതൊരു പോയിന്റിലും കോംപ്ലക്സ് പ്ലെയിൻ ആണ് തന്നിരിക്കുന്ന സീരീസിൻ്റെ സർക്കിൾ ഓഫ് കൺവേർജൻസ്. ദാറ്റ് മീൻസ് കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ പോയിന്റിലും അത് കൺവേർജൻ്റ് ആണ്, ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. മോഡ് z സർക്കിൾ ഓഫ് കൺവേർജൻസ് മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ദാറ്റ് മീൻസ് ആ സർക്കിൾ ഓഫ് കൺവേർജൻസിൻ്റെ ഇൻറ്റീരിയറിലാണ് സീരീസ് കൺവേർജ് ചെയ്യുക, ദാറ്റ് ഈസ് മോഡ് z ലെസ് ദാൻ ഇൻഫിനിറ്റിയിൽ അത് കൺവേർജൻ്റ് ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1 ബൈ n ഹോൾ റൈസ് ടു n സ്ക്വയർ z റൈസ് ടു n. Sigma n equal to 0 to infinity 1 plus 1 by n whole raised to n square z raised to n. So standard power series ആയിട്ട് കമ്പയർ ചെയ്താൽ an equal to 1 plus 1 by n whole raised to n square എന്ന് കിട്ടും. z നോട്ട് എന്ന് പറഞ്ഞാൽ അഗെയിൻ 0 ആണ്. ദെൻ ഇവിടെ all raised to n square വരുന്നുണ്ട്, സോ നമുക്ക് മോഡ് an raised to 1 by n എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. ദാറ്റ് ഈസ് മോഡ് 1 plus 1 by n raised to n square whole raised to 1 by n. That implies mod 1 plus 1 by n whole raised to n എന്ന് കിട്ടും. ഒരു n ക്യാൻസൽ ചെയ്തു, ദാറ്റ് ഈസ് 1 plus 1 by n എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറാണ്, whole raised to n is a positive number. Radius of convergence r equal to 1 by limit n tends to infinity mod an raised to 1 by n ആണ്. So 1 by limit n tends to infinity mod an raised to 1 by n നമ്മൾ കണ്ടു, 1 plus 1 by n whole raised to n. Limit n tends to infinity 1 plus 1 by n whole raised to n എന്ന് പറഞ്ഞാൽ e ആണ്. It's a standard result. So we get 1 by e. Radius of convergence is 1 by e. Circle of convergence is mod z minus z not equal to r എന്നാണ്. That is mod z minus 0 equal to 1 by e. That is mod z equal to 1 by e. Mod z equal to 1 by e ആണ് ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ലാർജസ്റ്റ് സർക്കിൾ. അതായത് mod z ലെസ് ദാൻ 1 by e ആകുന്ന ആ ഇൻറ്റീരിയറിൽ
പവർ സീരീസ് ഗിവൺ പവർ സീരീസ് സെക്കൻഡ് ക്വസ്റ്റ്യനിലെ പവർ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് വി ഹാവ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തേർഡ് വൺ വി ഹാവ് sigma n equal to 0 to infinity n factorial by n raised to n into z raised to n. So that's third one. Sigma n equal to 0 to infinity n factorial by n raised to n into z raised to n. an equal to n factorial by n raised to n ആണ് n raised to n. Then mod an plus 1 എന്ന് പറഞ്ഞാൽ an plus 1 equal to n plus 1 factorial divided by n plus 1 whole raised to n plus 1. So mod an by n plus 1 കാണാം. mod an by n plus 1 equal to modulus of n factorial divided by n raised to n divided by n plus 1 factorial divided by n plus 1 raised to n plus 1. എല്ലാം പോസിറ്റീവ് നമ്പേഴ്സാണ്. സോ മോഡുലസ് റിമൂവ് ചെയ്യാം. n factorial by n raised to n റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n plus 1 raised to n plus 1 divided by n plus 1 factorial. So n factorial n plus 1 factorial cancel ചെയ്തു പോയാൽ remaining n plus 1 in the denominator. ന്യൂമറേറ്ററിൽ n raised to താഴെ n raised to n ഉണ്ട്. മുകളിൽ നിന്നൊരു n ടേക്കൺ ഔട്ട്സൈഡ് വി ഗെറ്റ് n raised to n plus 1 into 1 plus 1 by n whole raised to n plus 1. So n raised to n cancel ചെയ്തു പോയാൽ മുകളിലൊരു n റിമൈൻ ചെയ്യും. That's equal to n into 1 plus 1 by n whole raised to n plus 1 into n cancel ചെയ്തു പോയി. So 1 plus 1 by n. So ഒരു n plus 1 ആണ്. n plus 1 ഇനി n ടേക്കൺ ഔട്ട്സൈഡ് ഡിനോമിനേറ്ററിൽ നിന്ന് n ഔട്ട്സൈഡ് എടുത്താൽ n ഇൻറ്റു 1 പ്ലസ് 1 ബൈ n എന്ന് വരും. സോ n ക്യാൻസൽഡ്. ഒരു 1 plus 1 by n ക്യാൻസൽ ചെയ്തു പോകും. സോ വി ഗെറ്റ് 1 plus 1 by n whole raised to n. Then limit n tends to infinity mod an by mod an plus 1 equal to limit n tends to infinity 1 plus 1 by n whole raised to n. That's equal to, again we get E. So E is the radius of convergence. R equal to E, and circle of convergence mod z minus z not equal to R, that is mod z minus 0 equal to E, that is mod z equal to E ആകുന്ന സർക്കിളാണ്. തന്നിരിക്കുന്ന സീരീസ് സിഗ്മ n equal to 0 to infinity n factorial by n raised to n into z raised to n ൻ്റെ സർക്കിൾ ഓഫ് കൺവേർജൻസ്. അത് കൺവേർജ് ചെയ്യുന്ന ലാർജസ്റ്റ് ഗ്രേറ്റസ്റ്റ് റേഡിയസ് ഉള്ള സർക്കിൾ, ദാറ്റ് ഈസ് ആ സർക്കിളിൻ്റെ ഇൻറ്റീരിയറിൽ മോഡ് സെറ്റ് ലെസ് ദാൻ ഇയിൽ എല്ലാ പോയിൻറ്റിലും ഈച്ച് ആൻഡ് എവറി പോയിൻറ്റ് in such that mod z less than e, the given series is convergent. Next one, fourth one, we have sigma n equal to 0 to infinity n raised to n into z raised to n. Here an equal to n raised to n, z not 0 ആണ്. Then mod an raised to 1 by n കാണാം, that is mod n raised to n whole raised to 1 by n, that is we get mod n equal to n. Then radius of convergence കാണാനുള്ള equation 1 by limit n tends to infinity mod an raised to 1 by n ആണ്, that is 1 by limit n tends to infinity ടേം നമ്മൾ കണ്ടു n ആണ്, n, that is 1 by limit n tends to infinity, n is infinity, 1 by infinity, that is 0. 0 is the radius of convergence. Radius of convergence 0 ആണെന്ന് പറഞ്ഞാൽ ഇവിടെ z not 0 ആണ്. Circle of convergence mod z minus z not equal to r, that is mod z minus 0 equal to 0, that is mod z equal to 0, that is mod z less than 0
കൺവേർജൻ്റ് ആവുമെന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ആ പോയിന്റിൽ മാത്രമേ മോഡ് z ഈക്വൽ ടു 0 ആവുമെന്ന് പറഞ്ഞാൽ z ഈക്വൽ ടു 0 ആവുക. z ഈക്വൽ ടു 0ൽ മാത്രം ആ സെൻറ്ററിൽ മാത്രം, അതായത് ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ, പവർ സീരീസിൻ്റെ സെൻറ്ററിൽ z0 സെൻറ്റർ, അത് 0 ആണ്. അവിടെ ആ ഒറ്റ പോയിന്റിൽ മാത്രമേ അത് കൺവേർജ് ചെയ്യുള്ളൂ എന്നാണ് മീനിങ്. സോ ദാറ്റ്സ് ആർ ദി പ്രോബ്ലം. നൗ വി ഹാവ് അനദർ പ്രോബ്ലം. ഫൈൻഡ് ദി റേഡിയസ് ഓഫ് കൺവേർജൻസ് ഓഫ് sigma n equal to 0 to infinity z plus 4i whole raised to n divided by 5 raised to n. ഇവിടെ z ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. സിഗ്മ n equal to 0 to infinity a n z minus z0 all raised to n. അതുമായിട്ട് കമ്പയർ ചെയ്താൽ ഇവിടെ z plus 4i എന്നാണ്, അതിനെ നമുക്ക് z minus 4i എന്ന് എഴുതാം. That is minus 4i ആണ് z0. z0 is minus 4i and an is 1 by 5 raised to n. 1 by 5 raised to n is an. And അതായത് നേരത്തെയൊക്കെ നമ്മൾ z0 സെൻറ്റർ 0 ആവുന്ന പവർ സീരീസുകളായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ഇവിടെ സെൻറ്റർ minus 4i ആണ്. സെൻറ്റർ z0 ഈക്വൽ ടു minus 4i യും an 1 by 5 raised to n ആണ്. സോ an by an plus 1 കണ്ടാൽ മോഡ് an by an plus 1 കോഷി ഹദാമാദ് ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് 1 by 5 raised to n ഡിവൈഡ് by 1 by 5 raised to n plus 1. ദാറ്റ് ഈസ് പോസിറ്റീവ് നമ്പേഴ്സ് ആണെല്ലാം, നമുക്ക് മോഡുലസ് വാല്യൂ ഒഴിവാക്കാം. 1 by 5 raised to n into 5 raised to n plus 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. സോ മോഡുലസ് ഓഫ് an by an plus 1 ഈക്വൽ ടു 5. ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലിമിറ്റ് n tends to infinity, ലിമിറ്റ് n tends to infinity മോഡ് an by an plus 1 ഈക്വൽ ടു ലിമിറ്റ് n tends to infinity 5. That's equal to 5. 5 is a constant. So radius of convergence is 5 and z0 equal to minus 4i. Therefore circle of convergence mod z minus z0 equal to r. That is modulus of z minus 4i equal to 5. That is mod z plus 4i equal to 5. That is minus 4i സെൻറ്റർ. മൈനസ് 4iനെ നമുക്ക് 0 minus 4 എന്ന് എഴുതാം. 0 minus 4 സെൻറ്ററും 5 റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ ഇൻറ്റീരിയറിൽ ഈ ഗിവൺ പവർ സീരീസ് കൺവേർജൻ്റ് ആയിരിക്കും. ദറ്റ് ഈസ് മോഡ് z plus 4i ലെസ് ദാൻ 5 ആയിട്ടുള്ള എല്ലാ z വാല്യൂസിനും ഗിവൺ പവർ സീരീസ് ഈസ് കൺവേർജൻ്റ് എന്ന് കിട്ടും. ഓക്കെ, താങ്ക് യു.